പലരും വിചാരിച്ചതിനും അപ്പുറമാണ് ഇറാന്റെ ആയുധ ശേഷി. അത് കഴിഞ്ഞ ദിവസം തെളിയുകയും ചെയ്തു. അവരുടെ കൈവശമുള്ള ബലിസ്റ്റിക് മിസൈലിന് 3000 കിലോമീറ്ററോളം മാത്രമേ പരിധിയുള്ളൂ എന്നാണ് പല ലോകരാജ്യങ്ങളും, പ്രത്യേകിച്ചും അമേരിക്കയൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് ദിഗോഗാർഷ്യ ദ്വീപ് ആക്രമണത്തിലൂടെ ഇറാൻ തെളിയിച്ചിരിക്കുന്നത്. അമേരിക്ക കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നൽകുകയും ചെയ്തു. പക്ഷേ ഇതൊരു സങ്കീർണമായിട്ടുള്ള ഒരു ആശങ്ക വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇന്നലെ ഇസ്രായേൽ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ദീഗോഗാർഷ്യ താവളത്തിലേക്ക് ബലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. ഇതിന് ഉപയോഗിച്ചത് ഖൊറാം ഷഹർ 4 എന്ന ബലിസ്റ്റിക് മിസൈലാണ്. ഇതിൻ്റെ റേഞ്ച് ഇന്നലത്തെ ആക്രമണത്തിൻ്റെ വസ്തുത കണക്കിലെടുക്കുമ്പോൾ 4000 കിലോമീറ്റർ എങ്കിലും റേഞ്ചുള്ള ഒരു മിസൈലാണ് ഖൊറാം ഷഹർ 4 എന്നുള്ളത് വ്യക്തമാണ്. അതായത് ഇറാൻ ഈ ആക്രമണത്തിന്റെ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് ഇന്നലെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് IDF-ന്റെ ഒരു പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ടിലും അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇനി വരുന്ന ദിവസങ്ങളിൽ ലണ്ടൻ, പാരീസ്, ബെർലിൻ ഈ 3 നഗരങ്ങളും ഇറാന്റെ മിസൈലിന്റെ ഖൊറാം ഷഹർ 4 മിസൈലിന്റെ പരിധിക്കുള്ളിലായിരിക്കും എന്ന് പറഞ്ഞു. അതായത് യുദ്ധം യൂറോപ്പിലേക്ക് വ്യാപിക്കും, യുദ്ധം തുടർന്നാൽ അത് യൂറോപ്പിലേക്കും യുദ്ധം വ്യാപിക്കും എന്ന മുന്നറിയിപ്പാണ് IDF ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് കൊടുത്തത്. അതായത് ഇതുവരെ പലരും വിചാരിച്ചിരുന്നത് ഇറാന്റെ മിസൈലുകളുടെ പരമാവധി ദൂരപരിധി എന്ന് പറയുന്നത് 2000-2500 കിലോമീറ്റർ ആണെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാന്റെ കൈവശമുള്ള മറ്റ് മിസൈലുകൾ, ബലിസ്റ്റിക് മിസൈലുകൾ പരിശോധിച്ചാൽ പരമാവധി അതിൻ്റെയൊക്കെ റേഞ്ച് എന്ന് പറയുന്ന സജാൽ ഡാൻസിങ് മിസൈൽ എന്ന് പറയുന്ന MARV ടെക്നോളജിയുള്ള മിസൈലിന്റെ റേഞ്ച് 2000 മുതൽ 2500 കിലോമീറ്റർ വരെയാണെന്നാണ് ഊഹിക്കുന്നത്. എമാദ് എന്ന് പറയുന്നതിന്റെ റേഞ്ച് 1800 കിലോമീറ്റർ, ഷഹദാദ് 3-ൻ്റേത് 2000 കിലോമീറ്റർ. ഈ ഒരു രീതിയിലാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നത് ഈ ഖൊറാം ഷഹർ 4-ൻ്റെ ദൂരപരിധി ഏതാണ്ട് 4000 കിലോമീറ്റർ തന്നെ ഉണ്ട് എന്നാണ്. അത് ശരിക്കും ബലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് ഇതൊരു അത്ഭുതമായിട്ട് കാണണ്ട. ബലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. അതായത് ബലിസ്റ്റിക് മിസൈലിന്റെ പോർമുനകളുടെ ഭാരം കുറച്ചാൽ അത് കൂടുതൽ ദൂരം, അങ്ങനെയാണ് അതിൻ്റെ ടെക്നോളജിയിൽ. അത് അത്ര വലിയൊരു സാങ്കേതിക മാറ്റമൊന്നും അതിൽ വരുത്തേണ്ടതില്ല. ഇപ്പം ഇന്ത്യയുടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. അങ്ങനെയാണ് നമ്മളത് പറയുന്നത്. പക്ഷെ ചൈന ആ മിസൈൽ നമ്മൾ പരീക്ഷിച്ച അന്ന് തൊട്ട് ചൈന ഒരു കാര്യം പറയുമായിരുന്നു. ഈ അഗ്നി 5 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, അതായത് 5500 കിലോമീറ്റർ ദൂരപരിധി മാത്രമുള്ളൊരു ബാലിസ്റ്റിക് മിസൈൽ അല്ല. അത് 8500 കിലോമീറ്ററോളം ദൂര പരിധിയുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആണ് എന്നുള്ളത് ചൈന അത് നേരത്തെ തന്നെ പറയുമായിരുന്നു. കാരണം ഈ അഗ്നി 5-ൻ്റെ പേലോഡ് കപ്പാസിറ്റി അഥവാ പോർമുനയുടെ ഭാരം വഹിക്കാനുള്ള ഭാരം ഏതാണ്ട് 2 ടൺ ആണെങ്കിലാണ് ഈ 2 തൊട്ട് 3 ടൺ വരെയൊക്കെ ആണെങ്കിലാണ് ഈ 5500 കിലോമീറ്റർ. നേരെ മറിച്ച് അത് 1.5 ടണ്ണായിട്ട് കുറച്ചാലോ അത് വീണ്ടും ഒരു 10-40-50% കൂടെ കൂടും. അതായത് ഏതാണ്ട് 9000 കിലോമീറ്ററോളം അത് ദൂരപരിധി എത്തും അത്. അപ്പം ഇനി അത് വല്ല 500 കിലോ ഒക്കെയുള്ള ഒരു ചെറിയ പോർമുനയാണെങ്കിലോ അത് ചിലപ്പോൾ 11,000-12,000 കിലോമീറ്റർ അത് യാത്ര ചെയ്തെന്നിരിക്കും. പിന്നെ അതിൻ്റെ ലോഞ്ചിങ് ആംഗിൾ വ്യത്യാസപ്പെടുത്താം. അങ്ങനെയൊക്കെയാണ്. കാരണം പല മിസൈലുകളും ഇന്ന് പരീക്ഷിക്കുന്നത് ലോഫ്റ്റഡ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അതായത് അതിൻ്റെ ഫുൾ ദൂരം നമ്മളത് പലപ്പോഴും ടെസ്റ്റ് നടത്തത്തില്ല. പകരം അത് ആകാശത്തോട്ട് ചരിച്ച് ലോഞ്ച് ചെയ്യും. അപ്പോൾ ആകാശത്തോട്ട് എത്ര ദൂരം പോയി എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് പിന്നീട് കണക്കാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതിയിൽ മറ്റ് പല രാജ്യങ്ങളെയും നമ്മുടെ മിസൈലുകളുടെ ദൂരപരിധി, പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധിയെ നമുക്ക് ഒളിപ്പിക്കാനാവും മറ്റു പലരിൽ നിന്ന്. അങ്ങനെ ഇറാൻ അതിൻ്റെ ബാലിസ്റ്റിക് മിസൈൽ
യുടെ ദൂരപരിധി ഒളിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും പറയുന്നത്. അത് ശരി തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു വെല്ലുവിളി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയ്ക്ക് ഈ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു അമേരിക്കയുടെ സൈനിക താവളമാണ് ദിഗോ ഗാർഷ്യ. ഇത് യഥാർത്ഥത്തിൽ ബ്രിട്ടന്റെ കയ്യിലുള്ള ഒരു താവളമായിരുന്നു. ഇതൊരു ദ്വീപാണ്. ആ പിന്നെ ദ്വീപിനടുത്ത്, ഇത് മൗറീഷ്യസിനടുത്ത് ഇപ്പോൾ ഇന്ത്യക്കും താവളമുണ്ട്. അപ്പോൾ ഈ ദിഗോ ഗാർഷ്യ ദ്വീപിലെ അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ F-22, അതുപോലെ F-35 ലൈറ്റനിങ്, F-22 റാപ്റ്റർ, പിന്നെ അമേരിക്കയുടെ മിസൈലുകൾ, ഇതൊക്കെ തന്നെ അവിടെ അമേരിക്ക സ്ഥാപിച്ചിട്ടുണ്ട്. പലപ്പോഴും ഏഷ്യയിലെ ഏതു രാജ്യത്തിനെയും ലക്ഷ്യം വെക്കാൻ ദിഗോ ഗാർഷ്യ ദ്വീപ് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ആ ദ്വീപ് ഇറാന്റെ ആക്രമണ പരിധിയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് സുരക്ഷിതമല്ല. കാരണം ഇറാന്റെ മിസൈലുകൾ അമേരിക്കയുടെ പേട്രിയോട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ താഡ് സിസ്റ്റത്തെ നശിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും ഒന്നും തടുക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക്, പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലാണ്. അതായത് യുദ്ധം അമേരിക്ക വിചാരിക്കുന്ന പോലെ വളരെ വേഗത്തിൽ നിലയ്ക്കുകയും ഒന്നുമില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് പിന്നെ 3000-ലധികം ബലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ഈ 3000-ലധികം മിസൈലുകൾ കൂടാതെ ഇറാന് മിസൈൽ നിർമ്മാണ ഫാക്ടറികളുണ്ട്. അപ്പോൾ മിസൈലുകൾ കുറയുന്നതനുസരിച്ച് ഇറാൻ മിസൈലുകളുടെ നിർമ്മാണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഇംപ്രൊവൈസേഷൻ എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമായ സാധന സാമഗ്രികളും വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു പിന്നെ ടെക്നോളജിക്കലി ബുദ്ധിമുട്ടുള്ള ഒരു സാധനത്തെ നിർമ്മിക്കുന്നതിനാണ് ഈ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുന്നത്. ആ ഇംപ്രൊവൈസേഷൻ ഏതാണ്ട് പല അർത്ഥത്തിലും സാധിച്ചെടുത്ത ഒരു രാജ്യമാണ് ഇറാൻ. കാരണം ഇറാന് നേരെ വർഷങ്ങളായിട്ട് അമേരിക്കയുടെ ഉപരോധമായത് കാരണം പുറത്തുനിന്നും പല മിസൈൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇറക്കുമതി ചെയ്യാൻ ഇറാന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാരണം ഇറാൻ പലതും ഇറാനിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റൽസും ഒക്കെ ഉപയോഗിച്ച് ഇറാൻ മിസൈലുകൾ നിർമ്മിക്കും. ഇനി ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇറാൻ എണ്ണം കൊണ്ട് എതിരാളികളുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ള ഒരു തത്വമാണ് ഇറാൻ പിന്തുടരുന്നത്. അതൊരു പഴയകാല യുദ്ധതന്ത്രമാണ്. അമേരിക്ക ആകട്ടെ പ്രിസിഷൻ ബോംബിങ്, ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന പ്രിസിഷൻ അല്ലെങ്കിൽ ഗൈഡഡ് മ്യൂണിഷൻസ് ആണ്. ഇറാൻ്റേത് പലതും ഗൈഡഡോ പ്രിസിഷനോ ഒന്നുമല്ല. പക്ഷെ അമേരിക്ക ഒരു മിസൈൽ വിടുമ്പോൾ ഇറാൻ അതിന് പകരം 10 മിസൈൽ വിടും. ഇപ്പൊ ഇറാന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ 10 മിസൈൽ ഒരേപോലെ ട്രാക്ക് ചെയ്യുകയും എൻഗേജ് ചെയ്യുകയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ 2 എണ്ണമെങ്കിലും അവിടെ പതിച്ചിരിക്കും. അപ്പൊ ഇതുണ്ടാക്കുന്ന നാശനഷ്ടം അത് കനത്തതായിരിക്കും. കാരണം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാനുള്ളത് വലിയ വിലപിടിപ്പുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇന്റർസെപ്റ്റർ മിസൈലുകളൊക്കെ തന്നെ വലിയ ചെലവേറിയതാണ്. ഈ ഒരു അമേരിക്കയ്ക്ക് തിരിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക. അമേരിക്കയെ സംബന്ധിച്ച് യുദ്ധവും അമേരിക്കയ്ക്ക് ഒരു പിന്നെ സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടാനുള്ള ഒരു അവസരമാണ്. അമേരിക്ക പലപ്പോഴും യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ആ ചെലവ് മറ്റുള്ളവരെ കൊണ്ട് വഹിപ്പിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, അമേരിക്ക യുക്രൈനിൽ നടത്തുന്ന യുദ്ധം, അതിനൊരു പിന്നെ വില അമേരിക്ക ഇട്ടിട്ടുണ്ട്. അതായത് യുക്രൈന്റെ മുഴുവൻ ധാതു സമ്പത്തും ഇനി അമേരിക്ക വെറും 90% അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. വെനിസ്വേലയിൽ അമേരിക്ക യുദ്ധത്തിന് പോയി. വെനിസ്വേലയുടെ എണ്ണ മുഴുവൻ ഇനി അമേരിക്ക കൺട്രോൾ ചെയ്യുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ ഇറാൻ യുദ്ധത്തിൽ ഇത്തരം വരുമാനമൊന്നുമില്ല. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമേ ഉള്ളൂ. കാരണം ഇറാൻ യുദ്ധത്തിൽ നിന്നും അമേരിക്കയുടെ ചെലവുകളെ സ്പോൺസർ ചെയ്യാൻ യൂറോപ്പോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, അതായത് ഗൾഫ് രാജ്യങ്ങളോ തയ്യാറല്ല. ഇതാണ് അമേരിക്കയ്ക്ക് ഇവിടെയുള്ള ഒരു പരിമിതി. സ്വന്തം പോക്കറ്റിൽ നിന്ന് അമേരിക്ക ചെലവാക്കിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഇറാഖ് യുദ്ധ തൊട്ട് ഇതുവരെയുള്ള യുദ്ധങ്ങൾ നോക്കിയാൽ, ഇറാഖ് യുദ്ധത്തിലൊക്കെ ഗൾഫാണ് അമേരിക്കയെ
പിന്തുണച്ചത്. പക്ഷെ ഈ ഒരു യുദ്ധത്തിൽ സാമ്പത്തിക സഹായം ആരിൽ നിന്നും അമേരിക്കയ്ക്കില്ല. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടക്കച്ചവടമാണിത്. അത് കാരണം ഈ യുദ്ധം എത്ര നാള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൽ സംശയം. എന്തായാലും ശരി, ഈ ദീർഘദൂര മിസൈലുകൾ അതായത് ഇപ്പം നമ്മൾ പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കയ്ക്ക് ഇറാന് ഇപ്പോൾ കൈവശമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ദീഗോഗർഷ്യ ദ്വീപ്, അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ദീഗോഗർഷ്യ ദ്വീപ്, അത് ഇനി ഒരു കാരണവശാലും സുരക്ഷിതമല്ല. അമേരിക്ക ഇതുവരെ വിചാരിച്ചിരുന്നത് അമേരിക്കയുടെ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കാത്ത ന്യൂക്ലിയർ ആയുധങ്ങൾ വരെ ദീഗോഗർഷ്യയിൽ അമേരിക്ക ഒളിപ്പിച്ചിട്ടുണ്ടാകാം. കാരണം ഇത് ഏറ്റവും സുരക്ഷിത താവളമാണ് എന്നാണ് അമേരിക്ക കരുതിയിരുന്നത്. അപ്പൊ ഇത് സുരക്ഷിതമല്ല എന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ തെളിയിച്ചിരിക്കുകയാണ്. ഇന്നലെ അവിടെ പതിക്കാൻ തുടങ്ങിയ 2 ബാലിസ്റ്റിക് മിസൈലുകളെ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു. പക്ഷെ തകർത്തെങ്കിലും അത് കേവലം അധികം മിസൈലുകൾ ഇന്നലെ ദീഗോഗർഷ്യയ്ക്ക് നേരെ ഇറാൻ പ്രയോഗിച്ചില്ല. വരും ദിവസങ്ങളിൽ പെരുമഴ പോലെ മിസൈലുകൾ പ്രയോഗിച്ചാൽ അമേരിക്കയുടെ പല കേന്ദ്രങ്ങളും, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമാൻഡ് കൺട്രോൾ റൂമുകൾ, ഇതെല്ലാം തന്നെ നശിക്കാനുള്ള സാധ്യതയുണ്ട്, തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എങ്ങാനും ഒരു ആണവ ബോംബ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയാവും. കാരണം ആ ദ്വീപ് തന്നെ തകർന്നിട്ട് അതൊരു സുനാമിയൊക്കെ ഉണ്ടാവും, വലിയ സുനാമി ഉണ്ടാവും. ആ സമീപ രാജ്യങ്ങളിലൊക്കെ തന്നെ ചിലപ്പം ഇപ്പം മാലദ്വീപ് പോലുള്ള രാജ്യങ്ങളൊക്കെ ആ സുനാമിയിൽ മൊത്തം അങ്ങ് മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിഭീകരമായ ഒരു പ്രത്യാഘാതമായിരിക്കും. അമേരിക്ക ന്യൂക്ലിയർ ആയുധങ്ങൾ അവിടെ ദീഗോഗർഷ്യയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവ ഇറാന്റെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഞെട്ടിക്കുന്ന ഒരു പരിണത ഫലമായിരിക്കും വരും ദിവസങ്ങളിൽ ഇത് കാരണം ഉണ്ടാകുക. എന്തായാലും ശരി, ഇത് ഇറാന്റെ കയ്യിൽ ഇപ്പോഴും ഒരു പോരാട്ടത്തിനുള്ള മരുന്ന് ഇപ്പോഴും ഇറാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.